ഞാൻ പോവും അരുന്ധതിയുടെ വീട്ടിലേക്ക്. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അച്ഛൻ കണ്ടോ? നിക്കടി എവിടെ? അമ്മ തടയണ്ട. ഈ ചന്ദ്രോത്ത് ആർക്ക് എന്ത് സംഭവിച്ചാലും അവരെ രക്ഷിക്കാൻ മുന്നിൽ നിന്ന ആളാ അമ്മ. എന്നിട്ട് അമ്മയെ പെരുവഴിയിൽ ഒരുത്തൻ ആക്ഷേപിച്ചപ്പോ വീട്ടിലുള്ളവരെല്ലാം മാളത്തിൽ ഒളിച്ചു. ഞാൻ ചോദിക്കാമേ? വേണ്ട, ആരോടും ഒന്നും ചോദിക്കാൻ പോണ്ട. അതെന്താമേ? പേടിയാണോ ഇവിടെ ഉള്ളവർക്ക്? പേടിച്ചിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അല്ല ഇവിടെ ആരും പ്രതികരിക്കാത്തത്. ഞാൻ തടഞ്ഞിട്ടാ. അമ്മ തടഞ്ഞിട്ടോ? അമ്മ എന്തിനാ തടഞ്ഞേ? അമ്മ ആരെങ്കിലും ആക്ഷേപിക്കാന്ന് വെച്ചാ അത് ഈ കുടുംബത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന പോലെയാ. അരുന്ധതിയുടെ മകൻ ഈ വീടിനെയാണ് ആക്ഷേപിച്ചതെങ്കിൽ വീടിന് വേണ്ടി ഞാൻ ചോദിക്കും. സമയമാവട്ടെ. സിദ്ധുവും നന്ദനും ദേവികയും ഒക്കെ പകരം ചോദിക്കാൻ ഇറങ്ങിയത് തന്നെയാ ഞാനാ തടഞ്ഞു നിർത്തിയേ. നീ ഇപ്പഴല്ലേ എത്തിയുള്ളൂ. ഇവരപ്പ തന്നെ ഇറങ്ങിയവരാ. നീ എന്താടി കരുതിയേ? പ്രഭയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ കാഴ്ചക്കാരെ പോലെ അങ്ങ് ആസ്വദിക്കുമെന്നോ? ഗ്രഹനാഥന്റെ കടമകൾ എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ആദ്യം ഒരു മകളുടെ ഡ്യൂട്ടികളെ കുറിച്ച് നീ മനസ്സിലാക്ക്. വീട്ടിൽ അച്ഛനും അമ്മയെ സ്നേഹിക്കുക എന്നതാണ് അതിൽ പ്രധാനം. ഞാൻ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നില്ലെന്നാണോ? അങ്ങനെ നീ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഓരോന്നും സംഭവിക്കുമ്പോ എന്നെ കുത്തി പറയില്ലായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ദേവിക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രതികരിക്കുന്നല്ലേ പറഞ്ഞത്. അതിപ്പോ എല്ലാ കാര്യത്തിനും അച്ഛൻ അവൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അവളെ ശ്രദ്ധിക്കേണ്ട സമയമായത്. 4 പാട് ശത്രുക്കളാ. അവളുടെ പഴയ ഡ്രൈവർ അവളെ അപായപ്പെടുത്താൻ നോക്കി. എന്നിട്ട് നീ പ്രതികരിച്ചോ? നീ പണ്ടത്തെ ഒരു പോയിന്റും പിടിച്ച് നിൽക്കുക. അത്ര നല്ല സ്വഭാവമല്ല, മാറ്റിയെടുക്കണം. രജനി, അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ആ ഋഷിയോട് പകരം വീട്ടണം. ഞാനും നന്ദനും കൂടി ഇറങ്ങാം. ഒന്നും വേണ്ട രജനി. നന്ദൻ പല വിഷയങ്ങളിൽ പെട്ടിരിക്കുക. ഇനിയും അവന്റെ തലയിൽ ഭാരം ഒന്നും വെക്കണ്ട. ഋഷിയുടെ പ്രശ്നത്തിൽ നന്ദനെ വലിച്ചിടണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. ആ, നീ വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ.